Students, next topic is quality of service, QoS. Quality of service എന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ്വർക്കിൻ്റെ ഓവറോൾ പെർഫോമൻസിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഓർ മെഷർമെൻറ്റിനെയാണ് നമ്മൾ ക്വാളിറ്റി ഓഫ് സർവീസ് എന്ന് പറയുന്നത്. ക്വാളിറ്റി ഓഫ് സർവീസ് ആൾസോ മീൻ ദ ട്രാഫിക് പ്രയോറിറ്റൈസേഷൻ ആൻഡ് റിസോഴ്സ് റിസർവേഷൻ കൺട്രോൾ മെക്കാനിസം. അതായത് നമ്മൾ പ്രയോറിറ്റി ബേസിൽ യൂസർ ഓർ ഡാറ്റ ഫ്ലോ ടു ഗ്യാരണ്ടി ദ സർട്ടീൻ ലെവൽ ഓഫ് പെർഫോമൻസ് ഓഫ് ദ ഡാറ്റ ഫ്ലോൻ്റെ പെർഫോമൻസിൻ്റെ ആ ലെവലിലൊക്കെ നമ്മൾ വിലയിരുത്തുന്നതിന് ആ ഒരു മെക്കാനിസമാണ് ക്വാളിറ്റി ഓഫ് സർവീസ് എന്ന് പറയുന്നത്. ക്വാണ്ടിറ്റീവ്ലി മെഷർ ദ ക്വാളിറ്റി ഓഫ് സർവീസ് റിലേറ്റഡ് ടു സം ആസ്പെക്ട്സ്. ചില ആസ്പെക്ട്സ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്ന്, നെറ്റ്വർക്ക് സർവീസ് റിലയബിലിറ്റി, അവൈലബിലിറ്റി, ബാൻഡ്വിഡ്ത്ത്, ട്രാൻസ്മിഷൻ ഡിലേ, ജിറ്റർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേരിയേഷൻസ് ഇൻ ദ പാക്കറ്റ് ഡിലേയിൽ വരുന്ന വേരിയേഷൻ, അതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ക്വാളിറ്റി ഓഫ് സർവീസസ് പറയുന്നത്. മെയിനായിട്ട് നമ്മളിത് പ്രയോറിറ്റി ബേസിലൊക്കെയാണ് നമ്മൾ പറയാറ്. ഈ പ്രയോറിറ്റി ബേസിൽ പറയുന്നതിന് നമ്മളിത് 4 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഷെഡ്യൂളിംഗ്, ട്രാഫിക് ഷേപ്പിംഗ്, അഡ്മിഷൻ കൺട്രോൾ ആൻഡ് റിസോഴ്സ് റിസർവേഷൻ. അതിൽ ഫസ്റ്റ് വൺ ഷെഡ്യൂളിംഗ് ബേസ്ഡ് ഓൺ ദ പ്രയോറിറ്റീനെ ബേസ് ചെയ്തിട്ടാണ് സഫർ ഫ്രം ജിറ്റർ, കൂടുതൽ ലോസ്റ്റും കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ബാൻഡ്വിഡ്ത്തിൻ്റെ റിക്വയർമെൻറ്റ് ഇതിനൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടും ഷെഡ്യൂളിംഗ് ടെക്നിക്ക് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഷെഡ്യൂളിംഗ് ടെക്നിക്കിനെ നമ്മൾ മെയിനായിട്ട് 3ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫിഫോട്ട് ക്യൂയിങ്, പ്രയോറിറ്റി ക്യൂയിങ്, വെയ്റ്റഡ്, ഫെയർ ക്യൂയിങ്. ഓൾറെഡി OSൽ പഠിച്ച ടെക്നിക്സും കാര്യങ്ങളുമാണ്. ഫിഫോ ക്യൂയിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ക്യൂയിങ് എന്ന് പറയാം. ആരാണോ ആദ്യം വന്നത് അയാൾ ആദ്യം സെർവ് ചെയ്യുന്ന രീതിയാണ് ഫിഫോ ക്യൂയിങ്ങിൽ നടക്കുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ ആസ് യൂഷ്വൽ ഫിഫോൻ്റെ കാര്യങ്ങളാണ്. അത് ഇനി കൂടുതൽ ബ്രീഫായി പറയണമെന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ക്വാളിറ്റി ഓഫ് സർവീസസ് ഒക്കെ നന്നായി പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് പ്രയോറിറ്റി ക്യൂയിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രയോറിറ്റി ക്യൂ എന്ന് പറഞ്ഞാൽ ഇസ് ബെറ്റർ ദാൻ ഫിഫോ ക്യൂയിങ്. പ്രയോറിറ്റി ക്യൂവിൽ ആർക്കാണോ ഹയസ്റ്റ് പ്രയോറിറ്റി, ആർക്കാണോ കൂടുതൽ ക്യൂവിലാണെങ്കിൽ പോലും അതിൽ ഹയസ്റ്റ് പ്രയോറിറ്റി ആരാണോ അയാളായിരിക്കും ആദ്യം പ്രോസസ്സ് ചെയ്യുക. അല്ലാതെ ഞാൻ ഫസ്റ്റ് വന്നു എന്നതുകൊണ്ട് ഫസ്റ്റ് വർക്ക് ചെയ്യണം എന്നില്ല. ബിഫോർ ദാറ്റ് ആ വന്നിരിക്കുന്ന ആർക്ക് കൂടുതൽ പ്രയോറിറ്റി ആർക്കാണോ അയാളായിരിക്കും ആദ്യം ചെയ്യുന്നത്. ആ ഒരു ടൈപ്പ് ഓഫ് ക്യൂവിനെയാണ് പ്രയോറിറ്റി ക്യൂയിങ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ പ്രയോറിറ്റി ക്ലാസ്സിലേക്ക് ആദ്യം അസൈൻ ചെയ്യും. എന്നിട്ട് ആ ക്ലാസ്സിൽ നിന്നാണ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഈ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഡെസ്റ്റിനേഷൻ അഡ്രസ്സിൽ ഒരു പ്രയോറിറ്റി നമ്പർ നമ്മൾ അസൈൻ ചെയ്തിട്ടുണ്ടാവും. ആ നമ്പറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പ്രയോറിറ്റി തീരുമാനിക്കുന്നത്. അത് ഡെസ്റ്റിനേഷൻ പോർട്ട് നമ്പർ ആവാം. ഓക്കെ, അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പ്രയോറിറ്റി ഡിസൈഡ് ചെയ്യുന്നത്. പ്രയോറിറ്റി ക്യൂവിൽ ഹയർ പ്രയോറിറ്റി ട്രാഫിക് ആയിട്ടുള്ള മൾട്ടിമീഡിയ ഒക്കെ ഡെസ്റ്റിനേഷനിൽ ഡിലേ വളരെ കുറവായിരിക്കും. ഡിലേ വളരെ കുറച്ചുകൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് അത് കിട്ടുന്ന രീതിയാണ് ഹയർ പ്രയോറിറ്റിയിൽ വരുന്നത്. പിന്നെ ഹൗവർ ദർ ഈസ് എ പൊട്ടൻഷ്യൽ ഒരു ഡ്രോബാക്കും കൂടെ ഉണ്ട്. ഇഫ് ദർ ഈസ് എ കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ഹയർ പ്രയോറിറ്റി ക്യൂ, ദ പാക്കറ്റ് ഇൻ ദ ലോവർ പ്രയോറിറ്റി ക്യൂ വിൽ നെവർ ഹാവ് ചാൻസ് ടു പ്രൊസീഡ്. ഇതിനെ സ്റ്റാർവേഷൻ എന്ന് പറയും. ഓക്കെ, വാട്ട് ഈസ് സ്റ്റാർവേഷൻ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഹയർ പ്രയോറിറ്റി ഉണ്ടെങ്കിൽ വളരെ ടൈം ഡിലേ ഇല്ലാതെ വളരെ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യും എന്നുള്ളതൊരു സത്യമാണ്. ഹെവി ട്രാഫിക് ഉണ്ടാവില്ല. പക്ഷേ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഹയർ പ്രയോറിറ്റി മാത്രം വർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വരുന്നതൊക്കെ ഹയർ പ്രയോറിറ്റിയിലുള്ളതാണെങ്കിൽ, അതായത് നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. നമ്മളിപ്പോൾ പ്രസിഡൻസ് ഓപ്പറേറ്റർ എടുക്കുമ്പോൾ വിച്ച് വൺ ഈസ് ദ ഹയസ്റ്റ് പ്രയോറിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്പൊണൻഷ്യൽ അല്ലെങ്കിൽ ബ്രാക്കറ്റ് അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ. അപ്പോൾ നമുക്ക് വന്നിരിക്കുന്നതിൽ ക്യൂവിൽ നിൽക്കുന്നത് ഒന്ന് മൾട്ടിപ്ലിക്കേഷനും ഒന്ന് പ്ലസ്സും ആണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ഹാസ് ദ ഹയസ്റ്റ് പ്രയോറിറ്റി ദാൻ പ്ലസ്. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും ആദ്യം വർക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്യൂവിൽ വീണ്ടും മൾട്ടിപ്ലിക്കേഷൻ വരികയാണെങ്കിൽ അടുത്തൊരു ഡാറ്റ വന്നു, ഇറ്റ്സ് ആൾസോ മൾട്ടിപ്ലിക്കേഷൻ, ദെൻ വി വിൽ ടേക്ക് ദ മൾട്ടിപ്ലിക്കേഷൻ അഗെയിൻ, ദെൻ അഗെയിൻ another data comes into the queue, that will also division, so it has the highest priority than the plus. So നമ്മൾ അങ്ങനെ ഹയസ്റ്റ് പ്രയോറിറ്റി വരുന്നതിനെ മാത്രം എടുക്കുമ്പോൾ എന്താ വെച്ചെങ്കിൽ ആ ലോവസ്റ്റ് പ്രയോറിറ്റിയിൽ നിൽക്കുന്ന ഡാറ്റ ഐഡിയലായിട്ടവിടെ കിടക്കും. അതിനൊരു പ്രോസസ്സ് ചെയ്യാനുള്ളൊരു അവസ്ഥ കിട്ടില്ല, ഒരു സമയം കിട്ടില്ല. ദാറ്റ് കണ്ടീഷൻ ഈസ് കോൾഡ് സ്റ്റാർവേഷൻ. അതിനെയാണ് നമ്മൾ സ്റ്റാർവേഷൻ എന്ന് പറയുന്നത്.
പിന്നെ സിവിയർ സ്റ്റാർവേഷൻ മേ റിസൾട്ട് ഇൻ ദ ഡ്രോപ്പിംഗ് ഓഫ് സം പാക്കറ്റ്സ്. അതായത് ലോവർ പ്രയോറിറ്റിയിൽ ചില പാക്കറ്റ്സ് നമുക്ക് മിസ്സായി പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഹയർ പ്രയോറിറ്റിയിലുള്ള അത് മാത്രം സെൻഡ് ആകുമ്പോൾ അങ്ങനത്തെ ഒരു ഡ്രോബാക്കാണ് ഇതിനകത്ത് പറയുന്നത്. അടുത്തത് വെയ്റ്റഡ് ഫെയർ ക്യൂയിങ്. വെയ്റ്റഡ് ഫെയർ ക്യൂയിങ്ങിൽ എന്താ വെച്ചെങ്കിൽ ഇതും പ്രയോറിറ്റി ബേസ് തന്നെയാണ്. ബെറ്റർ ഷെഡ്യൂളിംഗ് മെത്തേഡ് ഈസ് വെയ്റ്റഡ്. അത് ഇതിലെന്താണ് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ the packets are still assigned to the different classes and admitted to the different queues. വേറെ ക്ലാസ്സസിലേക്ക് അസൈൻ ചെയ്തിട്ട് ഡിഫറെൻറ്റ് ക്യൂസിലേക്ക് അഡ്മിറ്റ് ചെയ്യും. The queues however are weighted based on the priority of the queue. പ്രയോറിറ്റി ക്യൂവിൻ്റെ പ്രയോറിറ്റീനെ ബേസ് ചെയ്തത്, മറ്റിടത്ത് ഡാറ്റയുടെ പ്രയോറിറ്റി ആണെങ്കിൽ ഇവിടെ ക്യൂവിൻ്റെ പ്രയോറിറ്റീനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഓരോ വെയിറ്റ്. ഇപ്പോൾ ഫസ്റ്റ് നമ്മളിപ്പോൾ ഒരു ക്യൂവിന് ദ ഹയർ പ്രയോറിറ്റി മീൻസ് ദ ഹയർ വെയിറ്റ് ആണ് നമ്മൾ കൊടുക്കുക. ദ സിസ്റ്റം പ്രോസസ്സസ് പാക്കറ്റ് ഇൻ ദ ഈച്ച് ക്യൂ ഈസ് റൗണ്ട് റോബിൻ ഫാഷൻ. ഓൾറെഡി സ്റ്റഡി OSൽ റൗണ്ട് റോബിനൊക്കെ പഠിച്ചിട്ടുണ്ടാവും. റൗണ്ട് റോബിൻ ഫാഷനിലാണ് നമ്മൾ വർക്ക് ചെയ്യുക. അപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിൽ 3 വെയ്റ്റ്സ് വന്നിട്ടുണ്ട്. 3, 2, 1 എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട് 3 വെയ്റ്റ്സ്. അപ്പോൾ 3 എന്ന് പറയുന്നതാണ് ഹയസ്റ്റ് വെയിറ്റ്. അപ്പോൾ ദ ക്യൂ ഈസ് പ്രോസസ് ഇൻ ദ ഫസ്റ്റ് ക്യൂ. 2 എന്ന് പറയുന്നത് സെക്കൻഡ് ഹയസ്റ്റ് ആണ്. അപ്പോൾ സെക്കൻഡ് ക്യൂവിലായിരിക്കും അത് ഉണ്ടായിരിക്കുക. 1 എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിനെയും കമ്പയർ ചെയ്യുമ്പോൾ ലോ ആണ്. അപ്പോൾ തേർഡ് ക്യൂവിലാണ് ഇത് വർക്ക് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണ് വെയ്റ്റഡ് ഫെയർ ക്യൂയിങ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ട്രാഫിക് ഷേപ്പിംഗ് ആൻഡ് പോളിസി. ട്രാഫിക് ഷേപ്പിംഗ് ആൻഡ് പോളിസിയിൽ കൺട്രോളിങ് ദ എമൗണ്ട് ഓഫ് റേറ്റ് ഓഫ് ട്രാഫിക്. അതായത് ട്രാഫിക്കിൻ്റെ റേറ്റ് കൺട്രോൾ ചെയ്യുക, ബിറ്റ് റേറ്റ് കൺട്രോൾ ചെയ്യുന്നതിനെയാണ് ട്രാഫിക് ഷേപ്പിംഗ് ഓർ ട്രാഫിക് പോളിസിയിങ് എന്ന് പറയുന്നത്. ദ ഫസ്റ്റ് ടേം ഈസ് യൂസ്ഡ് വെൻ ദ ട്രാഫിക് ലീവ്സ് ദ നെറ്റ്വർക്ക്. ട്രാഫിക് ഷേപ്പിംഗ് എന്ന് പറയുന്നത് നെറ്റ്വർക്കിൽ നിന്ന് ട്രാഫിക് എപ്പോൾ പോകുന്നോ ഒഴിവാകുമ്പോൾ അപ്പോഴാണ് നമ്മൾ ട്രാഫിക് ഷേപ്പിംഗ് എന്ന് പറയുന്നത്. ദ സെക്കൻഡ് ടേം ഈസ് യൂസ്ഡ് വെൻ ദ ഡാറ്റ എൻറ്റേർഡ് ഇൻ ടു ട്രാഫിക് പോളിസി എന്ന് പറയുന്നത് ഡാറ്റ എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതും, സെക്കൻഡ് എന്ന് പറയുന്നത് ട്രാഫിക്കിൽ നിന്ന് ഡാറ്റ പോകുമ്പോൾ യൂസ് ചെയ്യുന്നതുമാണ്. ഓക്കെ, ദർ ആർ 2 ടെക്നിക്സ് ക്യാൻ ഷേപ്പ് ഓർ പോളിസി ദ ട്രാഫിക്. ട്രാഫിക്കിനെ പോളിസി ഓർ ഷേപ്പ് ചെയ്യാൻ 2 ടെക്നിക്കാവുന്നത്. ഒന്ന് ലീക്കി ബക്കറ്റും സെക്കൻഡ് വൺ ടോക്കൺ ബക്കറ്റും. ലീക്കി ബക്കറ്റ് ആസ് യൂഷ്വൽ നമ്മൾ നോർമൽ ഒരു ബക്കറ്റ് വെള്ളം നിറഞ്ഞു ബക്കറ്റിൻ്റെ ഒരു ഓട്ടം ഉണ്ടെങ്കിൽ അത് വെള്ളം ലീക്കായി പോയിക്കൊണ്ടേയിരിക്കും. അതുമാതിരി ലീക്കായി പോയിക്കൊണ്ടിരുന്നാലും ചിലപ്പോൾ വെള്ളം നിറയുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ബക്കറ്റിൽ വെള്ളം നിറയുന്നതും ബക്കറ്റിൽ വെള്ളം ചോരുന്നതും തമ്മിലൊരു ഡിപ്പെൻഡൻസി ഇല്ല. അവർ ഡിപ്പെൻഡൻ്റ് ആയിരിക്കുന്നത് ബക്കറ്റിൻ്റെ വെള്ളത്തിൻ്റെ ആ ഹോള്, ബക്കറ്റിൽ ഉള്ള ഓട്ട, അത് നമ്മൾ എത്ര മാത്രം വെള്ളം കൂടെ ചോരുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, ബക്കറ്റിൽ വെള്ളം നിറയുന്നത് ഒരു സ്റ്റേബിൾ സൈസാണ്. അതിലൊരിക്കലും അതും ഇതും ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതുപോലെ തന്നെ ഡാറ്റ ലീക്ക് ചെയ്യുന്നത്, ഡാറ്റ ലീക്കിംഗ് എന്ന് പറയുന്നത് അതേപോലത്തെ ഒരു സംഭവമാണ്. അതിലെന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചെങ്കിൽ ഇൻപുട്ട് റേറ്റ് ക്യാൻ വേരി. ഇൻപുട്ട് റേറ്റ്, ഡാറ്റ ഇൻപുട്ട് ചെയ്യുന്ന റേറ്റ് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ വേരി ചെയ്യാം. പക്ഷേ ഔട്ട്പുട്ട് റേറ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, ഒരു ബക്കറ്റ് നിറയുന്നതിനുള്ള സൈസ് എന്ന് പറയുന്നത് 12 ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് 12 ലിറ്റർ തന്നെ വേണം. പക്ഷെ നമുക്ക് അതിനകത്തേക്ക് 12 ലിറ്റർ ബക്കറ്റ് നിറയാൻ 12 ലിറ്റർ വേണം. പക്ഷേ അതിലേക്ക് നമ്മൾ 12 ലിറ്റർ വെള്ളം തന്നെ എടുത്തോളം നിർബന്ധമില്ലല്ലോ, അതിൽ കുറവും നമുക്ക് എടുക്കാം. ഓക്കെ, അതാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സിമിലർലി ഇൻ നെറ്റ്വർക്കിംഗ് ദ ടെക്നിക് കോൾഡ് ലീക്കി ബക്കറ്റ് ക്യാൻ സ്മൂത്ത് ഔട്ട് ബേഴ്സ്റ്റി ട്രാഫിക്കിനെ കുറച്ച് സ്മൂത്തി ആക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ബേഴ്സ്റ്റി ചങ്ക്സ് ആർ സ്റ്റോർഡ് ഇൻ ദ ബക്കറ്റ് ആൻഡ് സെൻഡ് ഔട്ട് ആൻ ആവറേജ് റേറ്റ്. ഒരു ബക്കറ്റിനകത്തേക്ക് സ്റ്റോർ ചെയ്തിട്ട് അത്യാവശ്യം വേണ്ടത് മാത്രം ട്രാൻസ്ഫർ ചെയ്യുന്ന രീതി. ഇപ്പോൾ ഈ ഫിഗറിനകത്ത് കൊടുത്തിരിക്കുന്നത് 12 MBPS ആണ്. നമുക്ക് ബേഴ്സ്റ്റി ഡാറ്റയുടെ സൈഡ് കൊടുത്തിരിക്കുന്നത് 12 MBPS. അതായത് ഇറ്റ് അസ്യൂം ദാറ്റ് ദ നെറ്റ്വർക്ക് ഹാസ് കമ്മിറ്റഡ് എ ബാൻഡ്വിഡ്ത്ത് ഓഫ് 3 MBPS ഫോർ എ ഹോസ്റ്റ്. ഒരു ഹോസ്റ്റിന് 3 MBPS ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതിൽ ദ യൂസ് ഓഫ് ദ ലീക്കി ബക്കറ്റ് ഷേപ്സ് ദ ഇൻപുട്ട് ട്രാഫിക് ടു മേക്ക് ഇറ്റ് കൺഫേം ടു ദ കമ്മിറ്റ്മെൻറ്റ്. ഇൻ ദ ഫിഗർ ദ ഹോസ്റ്റ് 4.16 എന്ന് കൊടുത്തിരിക്കുന്നത് തെറ്റാണ്. 417 കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ദ ഹോസ്റ്റ്
ഹോസ്റ്റ് സെൻഡ് എ ബേഴ്സ്റ്റ് ഡാറ്റ അറ്റ് ദ റേറ്റ് 12 Mbps. ഹോസ്റ്റ് ഒരു ബേഴ്സ്റ്റ് ഡാറ്റ സെൻഡ് ചെയ്യുന്നത് 12 Mbps വെച്ചിട്ട് 2 സെക്കൻഡിലാണ് സെൻഡ് ചെയ്യുന്നത്. 0 to 1 2 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2 സെക്കൻഡിലാണ് സെൻഡ് ചെയ്യുന്നത്. ഫോർ എ ടോട്ടൽ ഓഫ് 24 Mbps ഡാറ്റ 24 Mbps ഡാറ്റ സെൻഡ് ചെയ്യണമെങ്കിൽ ദ ഹോസ്റ്റ് ഈസ് ഇൻ അങ്ങനെ മൊത്തം 24 Mbps ആണ് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ശേഷം ഹോസ്റ്റ് എന്ത് ചെയ്യാണ്, 5 മിനിറ്റ് ഐഡലായിട്ടിരിക്കുകയാണ്. 5 മിനിറ്റ് ഐഡലായിരുന്നിട്ട് ദെൻ 2 Mbps ഡാറ്റ 3 സെക്കൻഡ് വീതം പാസ് ചെയ്യുന്നു. അങ്ങനെ അപ്പോൾ ടോട്ടൽ അങ്ങനെ മൂന്നെണ്ണം വെച്ച് പാസ് ചെയ്യുമ്പോൾ 3 × 2 6 മൊത്തം 6 Mbps ആണ് ഡാറ്റ പാസ് ചെയ്തത്. മറ്റേത് 2 സെക്കൻഡിൽ 12, അപ്പോൾ 1 സെക്കൻഡിൽ 12, അപ്പോൾ 2 സെക്കൻഡിലാകുമ്പോൾ 12 × 2 24 Mbps പാസ് ചെയ്തു. അതേപോലെ 3 സെക്കൻഡ് കൊണ്ട് 1 സെക്കൻഡിൽ 2 Mbps വെച്ചിട്ട് 3 സെക്കൻഡ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ 3 × 2 6 Mbps ഡാറ്റ പാസ് ചെയ്യുന്നുണ്ട്. In all, the host has sent 30 Mbps of data in the 10 seconds. അങ്ങനെ 10 സെക്കൻഡിൽ അങ്ങനെ അത് പാസ് ചെയ്യുന്ന റേഷ്യോ ആണ് ബേഴ്സ്റ്റി ഡാറ്റയിൽ കാണിച്ചിരിക്കുന്നത്. ഫിക്സഡ് ഡാറ്റ റേറ്റിലാകുമ്പോൾ മൊത്തത്തിൽ എല്ലാം കൂടെ 3 Mbps 10 സെക്കൻഡ് കൊണ്ട് 10 സെക്കൻഡ് കൊണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ദ ലീക്കി ബക്കറ്റ് സ്മൂത്ത് ദ ട്രാഫിക് ബൈ സെൻഡിങ് ഔട്ട് അറ്റ് ദ റേറ്റ് ഓഫ് 3 Mbps ഡ്യൂറിങ് ദ 10 സെക്കൻഡ്സ്. 10 സെക്കൻഡ്സിൽ മൊത്തം 3 Mbps പാസ് ചെയ്യുന്നതാണ് ലീക്കി ട്രാഫിക്കിന് അത് സ്മൂത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. വിത്തൗട്ട് ലീക്കിംഗ് ദ ബക്കറ്റ് ദ ബീയിങ് ബേഴ്സ്റ്റ് ബൈ ഹാവ് ഹേർട്ട് ദ നെറ്റ്വർക്ക് ബൈ കൺസ്യൂമിങ് more bandwidth than it set aside a host. Leaky bucket can also prevent the congestion. അതായത് മറ്റ് ചില നമ്മൾ ഒരു സെക്കൻഡിൽ ഇത്ര അയക്കുക, പിന്നെ കുറേ ഐഡിയലായിരിക്കുക, പിന്നെ അടുത്ത സെക്കൻഡിൽ കുറച്ച് അയക്കുക, അങ്ങനെ ചെയ്യുന്നതിന് പകരം മൊത്തം എത്രയാണോ ഉള്ളത് അത്രയും സെക്കൻഡ് കൊണ്ട് ഇത്ര ഡാറ്റ എന്നുള്ളത് അയക്കുകയാണ്. അപ്പോൾ ഇവിടെ 24 6 30 മൊത്തം ഉള്ളത്. 30 മൊത്തം ഉള്ളത്. ആ 30 ഇവരെന്ത് ചെയ്തിരിക്കുന്നത്, കുറച്ച് നേരം ഐഡിയലായിരുന്നു, പിന്നെ കുറച്ചയച്ച്, പിന്നെ കുറച്ചയച്ച്, അങ്ങനെ അയക്കുന്നതിന് പകരം ഈ മൊത്തം എത്ര സെക്കൻഡ് എത്ര എണ്ണം ഉണ്ടോ 10 സെക്കൻഡ് ടൈമാണല്ലോ ചെയ്യുക. 10 സെക്കൻഡിൽ 3 ബിറ്റ് ഒരാൾക്ക് 3 Mbps വെച്ചിട്ട്, ഒരു മിനിറ്റിൽ 3 Mbps വെച്ച്, അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ 3 Mbps വെച്ചിട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ 10 ആകുമ്പോൾ 10 × 3 30 Mbps ഡാറ്റ സെൻഡ് ചെയ്യാൻ പറ്റും. സപ്പോസ് അതിനകത്ത് നിന്ന് ലീക്കി ആയി പോവുകയാണെങ്കിലും നമുക്ക് മാക്സിമം അവിടെ റീച്ച് ചെയ്യും. ഓക്കെ, ഇനി ഫിഫോ മോഡലിലുള്ള ഒരു ലീക്കി ബക്കറ്റിൻ്റെ ഇംപ്ലിമെൻറ്റേഷനാണ് ഇവിടെ ഡയഗ്രത്തിൽ തന്നിരിക്കുന്നത്. ഫിഫോ ക്യൂ മോഡലിലുള്ളത് അറൈവൽ ഡിസ്കാർഡ് ചെയ്യുന്നു, ക്യൂവിലേക്ക് പോവാത്തത്, അങ്ങനത്തെ പ്രോസസ്സ് നടക്കുന്നത്, ഡിപ്പാർച്ചർ സ്റ്റേജ്, ഇതൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ടോക്കൺ ബക്കറ്റ്. ലീക്കി ബക്കറ്റ് എന്ന് പറയുന്നത് ചില കാര്യത്തിൽ റെസ്ട്രിക്ഷൻ ഉണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടോക്കൺ ബക്കറ്റിന്. ഇറ്റ് ഡസ് നോട്ട് ക്രെഡിറ്റ് എൻ ഐഡിൽ ഹോസ്റ്റ് ഒരിക്കലും സംഭവിക്കില്ല. ഫോർ എക്സാമ്പിൾ, ഇഫ് എ ഹോസ്റ്റ് ഈസ് നോട്ട് സെൻഡിങ് ഫോർ എ വൈൽ ഇറ്റ്സ് ബക്കറ്റ് ബിക്കം എംറ്റി. നമ്മളിപ്പോൾ ഒന്നും സെൻഡ് ചെയ്യുന്നില്ല എന്ന് വയ്ക്കുക കുറച്ച് നേരത്തേക്ക്, അപ്പോൾ ബക്കറ്റ് എംറ്റി ആവും. നൗ ഇഫ് ദ host has bursty data, the leak bucket allows only average rate. ഒരു ബേഴ്സ്റ്റി ഡാറ്റ ഉള്ളത് വെച്ചെങ്കിൽ ലീക്കി ബക്കറ്റ് എപ്പോഴും എന്താ പറയുക, ഒരു ആവറേജ് റേറ്റ് മാത്രമേ സെൻഡ് ചെയ്യാൻ സമ്മതിക്കുള്ളൂ. ദിസ് ടൈം വെൻ ദ ഹോസ്റ്റ് വാസ് ഐഡിൽ ആൻഡ് നോട്ട് എ ടോക്കൺ ഇൻ ടു അക്കൗണ്ട്. ഐഡിലായിട്ടിരിക്കും, ടോക്കൺ ഒന്നും ഇല്ലാതെ ഐഡിലായിരിക്കും. അത് നമ്മളിപ്പോൾ ടോക്കൺ ബക്കറ്റ് എടുക്കുകയാണെങ്കിൽ അതിലൊരു അൽഗോരിതം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുവഴി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക വെച്ചെങ്കിൽ ക്രെഡിറ്റ് ഫോർ ദ ഫ്യൂച്ചർ ഇൻ ദ ഫോം ഓഫ് ടോക്കൺസിൻ്റെ ഫോമിൽ നമുക്ക് ഫ്യൂച്ചർ യൂസിന് വേണ്ടി നമുക്കതിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും, അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഡാറ്റ സെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ഒരു ക്ലോക്കിനകത്ത് ഒരു ടിക് സൗണ്ട് ഉണ്ടല്ലോ, അതായത് റെഗുലർ ഇൻ്റർവെല്ലിനും പറയാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഓരോ ടിക്കിനും ഓരോ ടോക്കൺസ് പാസ് ചെയ്യുന്ന രീതിയിലാണ് ഇത് ചെയ്യുന്നത്. ബക്കറ്റ് ഹാസ് ദ മാക്സിമം കപ്പാസിറ്റി ബക്കറ്റിന് കൊടുക്കും. ദ സിസ്റ്റം റിമൂവ്സ് 1 ടോക്കൺ ഫോർ എവറി പാക്കറ്റ് ഓഫ് ഓരോ പാക്കറ്റിലും നമ്മൾ ഓരോ പ്രാവശ്യം നമ്മൾ എന്താ പറയുക, ഓരോ പ്രാവശ്യം നമ്മൾ ഡാറ്റ
സെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ടോക്കൺസ് ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്തിട്ട് ഇഫ് ദർ ഈസ് നോ ടോക്കൺ ഇൻ ദ ബക്കറ്റിൽ ടോക്കൺ ഒന്നും ഇല്ലാച്ചെങ്കിൽ ദ പാക്കറ്റ് കനോട്ട് സെൻഡ് ദ ഹോസ്റ്റ് മസ്റ്റ് അണ്ടിൽ റിക്വയർഡ് നമ്പർ ഓഫ് ടോക്കൺസ് അറൈവ് അറ്റ് ദ ബക്കറ്റ്. അതായത് ടോക്കൺസ് ഉള്ളത് വരെ ബക്കറ്റിലേക്ക് പാക്കറ്റ് സെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ടോക്കൺസ് റിമൂവ് ആയി, അതായത് പാക്കറ്റ് ഇപ്പോൾ ടോക്കൺസ് ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഓരോ പാക്കറ്റ്സ് ആയിട്ട് സെൻഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ ടോക്കൺസ് റിമൂവ് ചെയ്ത് പോകും. എന്നിട്ട് വീണ്ടും നെക്സ്റ്റ് പാക്കറ്റ് വരുമ്പോൾ അതിനൊക്കെ ടോക്കൺസ് ക്രിയേറ്റ് ആവും. ആ പാക്കറ്റ് പർട്ടിക്കുലർ ബക്കറ്റിൽ നിന്ന് പോകുമ്പോൾ ആ ടോക്കൺ റിമൂവ് ചെയ്ത് പോകും. ഇതാണ് ഇവിടെ ചിത്രം കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ ഡയഗ്രത്തിൽ അതാണ് കാണിച്ചിരിക്കുന്നത്. ഓരോ ബക്കറ്റിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ടോക്കൺസ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ആ പാക്കറ്റ് അതിൽ നിന്ന് സെൻഡ് ചെയ്യുന്ന സമയത്ത് ആ ടോക്കൺ റിമൂവ്ഡ് ആൻഡ് ഡിസ്കാർഡഡ് ആസ് പെർ ദ ആസ് സെൽ ട്രാൻസ്മിറ്റഡ്. ആ സെല്ല് ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ പോവും. ഇതാണ് ടോക്കൺ ബക്കറ്റിൻ്റെ മെത്തേഡ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞ ക്വാളിറ്റി ഓഫ് സർവീസസിൽ. അതിൽ അഡ്മിഷൻ കൺട്രോളും റിസോഴ്സ് റിസർവേഷനും ഒക്കെ നമുക്ക് നോർമൽ നേരത്തെ കൺജങ്ഷൻ കൺട്രോളിൽ പറഞ്ഞ പോലത്തെ കാര്യങ്ങളായതുകൊണ്ട് അതിലിവിടെ റിപ്പീറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ക്വാളിറ്റി ഓഫ് സർവീസസിൽ പറഞ്ഞത്. ക്വാളിറ്റി ഓഫ് QoSഉം എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതും നന്നായി പഠിച്ചിട്ട് എഴുതുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുകയോ കോൾ ചെയ്യുകയോ ചെയ്തോളൂ. താങ്ക് യു.